ഡെക്കറേഷൻ കണ്ടോ മിക്സർ ബോണ്ടേ അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? മിക്സർ കടിക്കണം. വാല് കാണിക്കണം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഓ മൈ ഗോഡ്, വീണ്ടും ബ്ലോഗ്. എനിക്ക് ഓരോ ദിവസം ഇപ്പോൾ ബ്ലോഗ് എടുക്കാനുള്ള ടെൻഡൻസി ത്വര ഇങ്ങനെ കൂടി വരും കേട്ടോ, എന്താണെന്നറിയില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുകൊണ്ട് ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അമ്മയായിട്ടൊന്ന് ബാങ്ക് വരാൻ പോവുകയാണ്. ബാങ്ക് എന്തിനാണ് പോകണമെന്ന് വെച്ചാൽ അച്ഛൻ്റെ ബാങ്കിൽ വല്ല പൈസയോ കാര്യങ്ങളോ വല്ല വന്ന് കിടന്ന് ബ്ലോക്കോ വല്ല ആയിട്ടുണ്ടോ അങ്ങനത്തെ വല്ല കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കുറേ ആയി അച്ഛൻ്റെ ബാങ്ക് നോക്കിയിട്ട്. അപ്പോൾ ഇന്നൊന്ന് പോയി നോക്കണം. ഇപ്പോൾ സമയം ഏകദേശം ഒരു 11 മണി ആയിട്ടുണ്ട്. ബാങ്കൊക്കെ തുറന്നിട്ടുണ്ട്. എന്തായാലും തിരക്കുണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും അവിടെ പോയി നോക്കണം. ഇപ്പോൾ അമ്മ വീട്ടിലില്ല. അമ്മ എന്തോ ആധാർ കാർഡോ എന്താണ്ട് അതിൻ്റെ കോപ്പിയൊക്കെ കൊണ്ട് കൊടുക്കാണ്ട് അപ്പുറത്തെ വീട്ടിലും പോയിരിക്കണം. അപ്പോൾ അമ്മ വന്നു കഴിഞ്ഞാൽ പോകും. ബോയ്സ് ഇപ്പോൾ അമ്മ വന്നിരിക്കുകയാണ്. അപ്പോൾ നേരെ പോകാം. അപ്പോൾ നമ്മളങ്ങനെ ബാങ്കിൽ പോയിട്ട് തിരിച്ചു വന്ന് കുളിച്ചു. ഇപ്പോൾ സമയം ഏകദേശം ഒരു 1:30 ആയിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ഫുഡെന്ന് ഞാൻ കാണിച്ചു തരാം. കമോൺ. ഇതാണ് ഇന്നത്തെ ഫുഡ്. ഇതെന്താ അരച്ചുകൂട്ടാൻ, തേങ്ങ ചമ്മന്തി, തേങ്ങയല്ല മാങ്ങയിട്ട ചമ്മന്തിയാണ്. പിന്നെ ഇത് പയറ് ചക്കക്കുരു. പയറും ചക്കക്കുരു എനിക്ക് ചക്കക്കുരു ഇല്ലെങ്കിൽ കുഴപ്പമില്ല, കഴിയും കേട്ടോ. പയർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. കൂട്ടുകറി പോലെയൊക്കെ വയ്ക്കുകയാണെങ്കിലും പയർ എനിക്ക് മുഖ്യമാണ്, അച്ചിങ്ങ. അപ്പോൾ ഇന്നത്തെ ഫുഡ് ഇതാണ്. ഇനി വൈകിട്ട് പോയിട്ട് രാവിലെ പോയി ചിക്കൻ മേടിക്കണമെന്ന് ഓർത്താണ്. പിന്നെ എഴുന്നേറ്റിപ്പിച്ച് താമസിച്ചു. അത് കാരണം ഇനി വൈകുന്നേരം പോയി മേടിക്കാമെന്ന് വെച്ചു. അപ്പോൾ എന്തായാലും ഒന്ന് കഴിക്കട്ടെ. ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ പാസ്സായി കേട്ടോ. ഇപ്പോഴും ഉറക്കം മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം മാറിയിട്ടില്ല, ഉറക്ക ക്ഷീണമുണ്ട്. എന്തായാലും മുഖം കഴുകി വേറെ ഒന്നുമില്ല. വൈകുന്നേരമായി. നമുക്കൊന്ന് പുറത്ത് പോകണം. അപ്പോൾ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അത് കാരണം ഒന്ന് പുറത്ത് പോകണം എന്നുള്ളതിൽ എഴുന്നേറ്റതാണ്. അല്ല ഞാനിപ്പോൾ എഴുന്നേൽക്കുന്നില്ല, കുറച്ച് നേരം കഴിയുമ്പോൾ എഴുന്നേൽക്കുള്ളൂ. നമ്മൾ ഇത്ര നേരം ഇവിടെ കിടന്നിട്ട് അങ്ങ് മാറി. ഇത് കണ്ടനാണ് അത് കണ്ടിയാണ്, ആണാണോ പെണ്ണാണെന്ന് അറിയത്തില്ല. ഇവിടെ നമ്മുടെ അടുത്ത് സ്ഥിരമായിട്ടൊരു പൂച്ച വരും കേട്ടോ. അതൊരു വെള്ളപ്പൂച്ച. ഇതിപ്പോൾ ഒരു കറുപ്പും വെള്ളം കൂടി ചേർന്ന് ആരൊക്കെയാണെന്ന് ആർക്കറിയാം. മമ്മീജി പോകുന്നു. ഇങ്ങനെ നോക്കമ്മേ, നടക്കാൻ വന്നാണോ ബോയ്സ്? അപ്പോൾ നമ്മൾ ചിക്കൻ മേടിക്കാൻ വന്നിരിക്കുകയാണ്. ഹായ് പറയൂ തേജസ്. തേജസ് ഭയങ്കര മങ്ങലിപ്പ. എന്നാ പറ്റിയാടാ? എനിക്ക് ഉറക്കണം കേസ്. ഉറക്കത്തിൽ നിന്ന് ഏറ്റു വരുമ്പോഴും എന്താ പോലെ, പക്ഷേ കുളിച്ച് കിട്ടും. അപ്പോൾ നമ്മൾ ചിക്കൻ മേടിക്കാൻ വന്നതാണ്. ഞാൻ ബൈക്ക് എടുത്ത് വന്നാലും ആദ്യം വെച്ചത്, പക്ഷേ ബൈക്കിൻ്റെ ടയർ പൊട്ടും. കാരണം ഒരു വട്ടം പൊട്ടിയതാണ്. നാളെ നോക്കുക ബൈക്കിൻ്റെ ടയർ മാറുമായിരിക്കും. പുതിയ ടയർ ഇടിയാലും കട്ട ടയർ മാത്രമേ മേടിച്ചു. 750 800 രൂപയൊക്കെ ബാക്ക് ടയറിന്. പച്ചക്കറിയും കൂടി മേടിക്കാൻ വന്നതാണ് നമ്മൾ. ഒന്നുമില്ല, തക്കാളി അല്ലേ, വേറെ സവോള എണ്ണയും മേടിക്കാൻ വന്നതാണ്. ബോയ്സ് അപ്പോൾ നമ്മൾ സാധനം മേടിച്ചിട്ടുണ്ട്, ചിക്കൻ. ഇനി നേരെ വീട്ടിലെടുക്കും. നോക്കൂ ഗൈസ്, ലങ്കമ്പിയിൽ 2 ഇണത്തിരിക്കുക. ബോയ്സ് അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ് 555. ബോയ്സ് അപ്പോൾ ചായ കിട്ടി, കട്ടൻ, ഗ്രീൻ ടീയോ കട്ടൻ. ബോയ്സ് നമ്മൾ ചായ കുടിക്കാൻ വന്നതല്ല കേട്ടോ, നമ്മൾ ജസ്റ്റ് ഒന്ന് ആശുപത്രി വരെ വന്നാണ്. ദേശൻ്റെ ഒരു അടിക്ക് വയ്യ. ആ വഴി നമ്മൾ ജസ്റ്റ് 555 ചായ അവിടെ കയറി നടന്നുകൊണ്ട് കുടിക്കാൻ പാടാട്ടാ. നമുക്ക് എവിടെ ഇങ്ങനെ ഇരിക്കാം. തെങ്ങിൻ്റെ മോള് വരെ ലൈറ്റ് ഇട്ടിരിക്കും. നിങ്ങൾ ഈ ഫ്രണ്ടിൽ കണ്ട പാടാട്ടാ. ഓ ഗ്ലാസ് ഒന്ന് ഒറ്റ അടിക്കും അല്ലേ. സീരിയസ് ആയിട്ട് പറയുകയാണ്, ചായ അടിപൊളി കേട്ടോ. ഞാൻ എത്ര നാൾ കുടിച്ചതിൽ കിട്ടില്ല ചായ. ഇത് ഡെക്കറേഷൻ കണ്ടോ ഗൈസ്? ഇതെന്തത് മിക്സർ ബോണ്ടേ. മിക്സർ കടിക്കണം. ഇത് ചൂടും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാ. ഒരു വട്ടമൊക്കെ കഴിക്കാം. ഇനി അകത്തൊന്ന് ഉരുളക്കിഴങ്ങൊക്കെ. ചിക്കനോ? കിട്ടിയില്ല. ചിക്കൻ ഉരുളക്കിഴങ്ങായിരിക്കും. എനിക്ക് ഉരുളക്കിഴങ്ങ് കിട്ടിയത്. ഇവൻ പറയണത് ചിക്കനാണ്, പക്ഷെ എനിക്ക് കിട്ടണുള്ളൂ ഉരുളക്കിഴങ്ങാണ്. ഇതിന് ഇവന് മാത്രമുള്ളൂ ഉരുളക്കിഴങ്ങ്. ഇവന് മാത്രമേ ചിക്കനുള്ളൂ, എനിക്ക് ഉരുളക്കിഴങ്ങാണ്. വൈറ്റ് ഭാഗ്യം ഇപ്പം അങ്ങനെ ആയ.
ബോയ്സ് ഇപ്പോൾ വന്നിട്ട് നമ്മളിപ്പോൾ കപ്പയും ചിക്കനും. കപ്പ ഇങ്ങനെ വെട്ടിക്കണ്ടിച്ചിട്ട് കേട്ടാ, എനിക്കൊരു ഇങ്ങനെ തിന്നല്ല, നമ്മൾ മറ്റേ പുഴുക്കുവാണ് ഉണ്ടാക്കിയാലേ, അതിൻ്റെ മഞ്ഞ നിറത്തില് ഇടിച്ചുടച്ചിട്ട്, അതാണ് എനിക്ക് ഇച്ചിരി ഇഷ്ടം. ഇത് കുഴപ്പമില്ല, കഴിക്കാതിരിക്കൊന്നുമില്ല. പിന്നെ കപ്പ ഫേവററ്റ് ആണെന്ന് ചോദിച്ചാൽ കപ്പ അത്ര ഫേവററ്റ് അല്ല, എന്നാലും കഴിക്കും. കപ്പ ആദ്യം കഴിക്കാൻ പാടില്ല, ഗ്യാസ്. സാധാരണ ഞങ്ങൾ വീട്ടിൽ ചിക്കൻ വറുത്തിട്ടാണ് കറി വെക്കുന്നത്. ചിലയിടത്തൊക്കെ ആകുമ്പോൾ കഴിക്കുമ്പോൾ ഈ നോർമലായിട്ട് ചുമ്മാ കറി വെക്കുക, അതെനിക്ക് അത്ര പിടിക്കത്തില്ല. വറുത്ത് കഴിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. കൊള്ളാം. ചിക്കൻ നല്ല വറുത്തിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. വറുത്ത് കറി വെക്കുമ്പോഴാണ് ഇച്ചിരി ടേസ്റ്റ് വരുന്നത്. ചുണ്ടിട്ട് കഴിച്ച് ബോയ്സ്. അപ്പോൾ നമ്മൾ കഴിച്ച് കഴിഞ്ഞു. കുഴപ്പമില്ലായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഇച്ചിരി എരിവുണ്ട്. എനിക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വാ പൊട്ടും, അപ്പോൾ അത് കാരണം എരിവ് തൊട്ടപ്പോൾ നല്ല നീറ്റലാണ്. ഇപ്പോൾ ഞാൻ പൊക്കത്ത് പല്ലെടുത്തിട്ടുണ്ട്. ഞാൻ റൂട്ട് കനാൽ ചെയ്ത പല്ല് ഒരു പരിപ്പട വെച്ചപ്പോൾ പൊട്ടിപ്പോയി. എന്നെ ചെയ്യാനും. അപ്പോൾ ആ പല്ലെടുത്ത് കളഞ്ഞായിരുന്നു. അപ്പോൾ അവിടെ ഒരു വിടവാ, പല്ലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി അത് ഗ്യാപ്പിട്ടണം, അതിന് കുറച്ച് ദിവസം കഴിയുമ്പോൾ പോകണം അതിന്. അപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ മൈക്ക് വെച്ചിരിക്കണം, എന്താ പറയുക, കണ്ണുകൾ മൈക്ക് കേട്ടോ. പൊക്കത്ത് ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ട്. ഫാനിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ? ഇല്ലായിരിക്കും അല്ലേ? അതാണ് സൂപ്പർ മൈക്ക് കേട്ടോ, ഹോളി ലാൻഡിൽ. എനിക്ക് സാധാരണ ഞാൻ സംസാരിക്കുമ്പോൾ ഈ ഫാനൊന്നും ഇടാത്ത കാര്യം, ഇപ്പോൾ നല്ല ചൂടുണ്ട്. ഇപ്പോൾ ആ ചൂടൊന്ന് മാറാൻ വേണ്ടി ഫാൻ ഇടണം. പിന്നെ അത് മാത്രമല്ല, ഞാൻ ലൈറ്റ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ചുമ്മാ പട്ടി ഷോ അങ്ങനെയൊന്നുമല്ല കേട്ടോ, വെട്ടം കുറവാണ്, കാരണം ചുമ്മാ ലൈറ്റ് വെച്ചാൽ. വേറെ സൂത്രം നിങ്ങൾ കാണിച്ചതാണ് കേട്ടോ. ഞാൻ കുറേ നാൾ മുമ്പ് മേടിച്ചാണ് ഇത്, വീഡിയോ എടുക്കാൻ വേണ്ടി മേടിച്ചാണ്. നോക്കിയാൽ മ്യൂ 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 ആട്ടാ പല്ലി. ഇതൊരു വിറ്റുണ്ട്. ഞാനൊരു ദിവസം ഇത് മേടിച്ചിട്ട് ഇവിടെ കൊണ്ട് വെച്ച് 2 ദിവസം ഞാൻ എടുത്തില്ല കേട്ടോ. അത് ഞാൻ നോക്കിയപ്പോൾ ഉറുമ്പ് ഫുള്ളും പോയിന്നിരിക്കണം. പക്ഷെ ഒന്ന് ആലോചിക്കുക, ഉറുമ്പ് വരെ മണ്ടന്മാരായിപ്പോയി. ഒറിജിനൽ പല്ലി ആയിരിക്കുന്ന പുറത്ത് ഉറുമ്പ് വന്ന് പൊതിഞ്ഞിരിക്കണം. എന്നെ ചെയ്യാനല്ല പെട്ടെന്മാർ, ഒറിജിനൽ പല്ലിനിപ്പോൾ തന്നെ ഇരിക്കുന്നത്. പോയി നമ്മളെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മുടി ചെറുതായിട്ട് ഡ്രൈ ആയി, എന്താണെന്നറിയില്ല, അന്ന് ഷാമ്പൂ ഇട്ടായിരുന്നു, അതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്ന കേസ് നമ്മൾ അടുത്തൊരു വീഡിയോ അല്ലെങ്കിൽ അടുത്തൊരു വ്ലോഗുമായിട്ട് കാണുന്നവരെ നിങ്ങൾ സ്വന്തം നമ്മുടെ സ്വന്തം ചാനൽ പീസ്. നോക്കൂ ഗൈസ്, ആരാന്ന് എന്നാ നീ ഒന്ന് വാല് കാണിക്കുന്നത് എന്താണ്?